ഞാൻ പോട്ടെ. അല്ല മഞ്ഞ പോട്ടെ ചേട്ടാ, അത്രേ ഉള്ളൂ. ആ പോയിട്ടരാ. ഇതെൻ്റെ ഞാൻ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൽ വോയിസ് എത്ര വ്യക്തികളാ കിട്ടുന്നുണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല മഞ്ഞാണ് കേട്ടോ, രാവിലെ തന്നെ നല്ല അടിപൊളി മഞ്ഞുണ്ട്. പെട്രോൾ ഇപ്പോൾ തൽക്കാലം ഒരു 100 രൂപേൻ്റെ പെട്രോൾ ഇന്നലെ അടിച്ചിരുന്നു. അപ്പോൾ അത് കുറച്ച് എവിടെ വരെ അത് മതിയായിരിക്കും, പിന്നെ അവിടെ നിന്ന് അടിക്കാം. അല്ല ഇതിപ്പോൾ അടുത്ത് ഇത് കഴിഞ്ഞാൽ ഇവിടെ കോൺക്രീറ്റ് ഒരു 2 ദിവസമായിട്ടുള്ള വണ്ടി ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട്. രാവിലെ നല്ല പൊളി മഞ്ഞാണ്. എൻ്റെ പോലെ വയനാടാണ് മക്കളെ, വയനാട് നല്ല തണുപ്പാണ്. അമർശ്ശേരി വരെ ഉള്ളൂ, പക്ഷെ എന്നാലും എൻ്റെ കഴുത്ത് ഭയങ്കര ഒരു വേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അപ്പോൾ ഇവിടെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയുടെ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ താമരശ്ശേരി ഒരു ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരെ നമ്മുടെ ഇവിടെയാണ് താമരശ്ശേരിയാണ്, അപ്പോൾ ചുരവും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ വരെ ഗോപ്രോൻ്റെ ഹെൽമെറ്റിൽ വെച്ചിട്ട് അവിടെ വരെ ട്രാവൽ ചെയ്യുന്ന ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നീലാകാശം പച്ചക്കടൽ ചോറുണ്ടോ? ആ ഉണ്ട്, നീലാകാശം പച്ചക്കടൽ ചോറുണ്ടോ? ചെയ്തിട്ടില്ലേ? എന്നാ പോട്ടെ. നമ്മുടെ കൽപ്പറ്റ താമരശ്ശേരി പോവാ. സുഖം, അവിടെ ഒരു വർക്ക് ജോബിന് കയറിട്ടില്ല, അപ്പൊ അങ്ങോട്ട് പോവാ. ആ പോയിട്ടാ. ഇത് നമ്മുടെ ജോണിയേട്ടൻ്റെ കടയാണ്. ഞാൻ ചെറുപ്പം മുതലേ ഉള്ളപ്പോൾ ഒരു അത്രയും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഉള്ളൊരു കടയാണ്, ജോണിയേട്ടൻ്റെ കടയാണത്. അടിയിട്ടോ അത് നോക്കൂ, ആ കാണുന്ന ഒരു വ്യൂ നോക്കൂ, എന്തൊരു ഭംഗിയാണ്. അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അവർ മീൻ കയറ്റും. എന്താ രസം, മഞ്ഞൊക്കെ വെള്ളത്തേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കുക, എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പുറത്തുള്ള കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പൊളിയാണ് കേട്ടോ രാവിലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഓരോ സമയം കളയല്ല, നമുക്ക് പോകാം. ഇതാ ഇപ്പുറത്ത് ഇരിക്കുന്നു. ഓ ഏതാ വ്യൂ, കറക്റ്റ് വ്യൂ കാണുന്നുണ്ടോ ഇല്ല, ഞാൻ ഹെൽമെറ്റിൽ വെച്ചുകൊണ്ട് അറിയില്ല. എന്താ ഭംഗി, പൊളിന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. അങ്ങോട്ടേക്ക് നല്ല പൊളി വ്യൂ എന്ന് പറഞ്ഞാൽ പൻ പൊളിയാണ്. ഫുള്ള് ചായത്തോട്ടവും അപ്പുറത്തും ഇപ്പുറത്തും ചായത്തോട്ടമായിട്ട് അടിപൊളിയാണ്.
ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഫുള്ള് പച്ചപ്പായിട്ട് ഇങ്ങനെ കുറേ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു. ഹാരിസൻ്റെയും പിന്നെ റിപ്പൺ എസ്റ്റേറ്റും അങ്ങനെ 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 കുറേ എസ്റ്റേറ്റുകളുണ്ട്. ഈ ഹാരിസൻ്റെ ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ബംഗ്ലാവുകളും ഉണ്ട്. നമ്മുടെ ഒരു അൾഡോണിയൻ പുസ്തകശാല എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നില്ലേ, അത് ഇങ്ങനെ ഒരു ചായത്തോട്ടത്തിൻ്റെ അടുക്കുള്ളൊരു ബംഗ്ലാവ് എന്നാണ്, ഈ ഹാരിസൻ്റെ ഒരു ബംഗ്ലാവ് എന്നാണ് ഷൂട്ട് ചെയ്തത്. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ, ശരിക്കും തകർപ്പൻ. നമ്മുടെ ബൈക്ക് വാവ്, ഏത് ബ്യൂട്ടി നോക്കൂ. ഓക്കെ, നമുക്ക് ഓവർ ടൈം ഇതാക്കാനല്ല. സോ നമുക്ക് പോവാം. അതുകൊണ്ട് ചായത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഗോ. അപ്പോൾ ഇതാ നേരെ ഇനി മേപ്പാടിക്ക് കയറുകയാണ്. ഈ ഇങ്ങോട്ടേക്ക് വലത്തോട്ട് പോയാൽ മേപ്പാടി കോഴിക്കോട് നമുക്ക് അങ്ങനെ പോവാം. ഇടത്തോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വിംസ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ വിംസ് ഹോസ്പിറ്റൽ ഭാവിയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് എടുത്തു എന്നൊരു സംഭവമൊക്കെ കേൾക്കും. മെഡിക്കൽ കോളേജ് ആവാൻ പോകാമെന്നൊക്കെ കേൾക്കുന്നുണ്ട്, അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോവാം. വലത്തോട്ട് പോയി മേപ്പാടി കൂടെ നമുക്ക് പോവാം. എന്തായാലും ഇന്നലെ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിരുന്നു. ഇപ്പോൾ ഒരു 100 രൂപയ്ക്കും കൂടി അടിച്ചു നോക്കാം, എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ നേരെ നമുക്ക് പമ്പിൽ കയറുന്നു, പെട്രോൾ അടിക്കുന്നു. മേപ്പാടി എന്ന് പറഞ്ഞാൽ കുറേ 900 ഇപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ട് അരറോ. അപ്പോൾ ഞാൻ മേപ്പാടി കൂടെ വന്ന് ഇപ്പോൾ നമ്മുടെ ചുണ്ടയിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ തന്നെ അവിടെ ബോർഡുണ്ട്, കോഴിക്കോട്, നമ്മുടെ കൽപ്പറ്റ, മൈസൂർ റോഡ്. അപ്പോൾ മൈസൂർ കോഴിക്കോട് റോഡാണ് ഇത്. വൈദ്യുതി വരും, അത് കഴിഞ്ഞ് ലക്കിടി വരും, അത് കഴിഞ്ഞിട്ട് നമ്മളെ ചുരം കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ബസ് സ്റ്റാൻഡ് കുറേ ആൾക്കാരോട് ഒന്ന് പ്രാർത്ഥിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരത്തിൽ കൂടെ വരുമ്പോൾ താമരശ്ശേരി ചുരത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. അത് വേറെ ഒന്നല്ല, ഒരു ഐതിഹ്യം തന്നെ ഉണ്ട് നമ്മുടെ താമരശ്ശേരി ചുരത്തിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് നമ്മുടെ ചിപ്പിലിത്തോട് വനത്തിൽ താമസിക്കുന്ന കരിന്തണ്ടൻ എന്ന് പറഞ്ഞൊരു ഒരു പണിയ മൂപ്പനായിരുന്നു. അപ്പോൾ ഈ വഴിയൊക്കെ കാണിച്ച് ബ്രിട്ടീഷുകാർക്ക് മേലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഈ കരിന്തണ്ടൻ കാണിച്ച വഴി കൂടെ വന്നു എന്നുള്ളത് നാളെ എല്ലാവരോടും പറയില്ലേയും പറഞ്ഞിട്ട് അവർ കരിന്തണ്ടനെ കൊന്നു കളഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ ചുരങ്ങളിലൂടെ പോണ വണ്ടികൾ ആക്സിഡൻ്റ് ആവുന്നു, കുറേ ആൾക്കാരെങ്ങനെ മരിക്കുന്നു, അങ്ങനെ പല 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 പ്രശ്നങ്ങളായപ്പോൾ കരിന്തണ്ടനെ നമ്മളെ ഈ കാണുന്ന ആൽമരത്തിൽ തളയ്ക്കുകയാണ് ഉണ്ടായത്.
അതിനുശേഷം നമ്മൾ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ കുടി കൊള്ളിക്കാൻ തന്നെയാണ് പറയുന്നത്, തിളയ്ക്കാന്നല്ല, കുടി കൊള്ളിക്കാൻ തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ ചുരത്തിൻ്റെ വലത്തേ സൈഡായിട്ട് ഒരു അമ്പലമുണ്ട്. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. വലത്തെ സൈഡത്തെ ഒരു അമ്പലമുണ്ട്. അവിടെ എല്ലാവരും പൈസ ഭണ്ഡാരത്തിലിട്ടിട്ടാണ് പോവാറ്. അത് അവർക്കൊരു വിശ്വാസമാണ്. അതിന് അങ്ങനെ പ്രാർത്ഥിച്ചു പോയ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ ഈ കരിന്തണ്ടൻ്റെ ഈ തരച്ചിട്ട് ഈ ഒരു മരത്തിലും എല്ലാവരും പൈസ ഇട്ട് പോവാറുണ്ട്. ഇവിടെ വന്നിട്ട് ആരും വൃത്തികേടാക്കാനോ അങ്ങനെ ചെയ്ത് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പം പൊക്കത്തിലാണ് ഈ ആ പോകുന്ന ഉണ്ടോ മെയിൻ ലൈനാണ്, കറണ്ട് വരുന്ന മെയിൻ ലൈനാണ് വയനാട്ടിലേക്ക് വരുന്ന. എത്ര ദൂരത്തേക്ക് നമുക്ക് കാണും. ഇതിലൂടെ താഴേക്ക് പോവുക, ഇറങ്ങാം, വരാം. തണുപ്പാട് ബ്രോ, തണുപ്പാട് കാര്യം. ചെറിയ റോഡ്, വളരെ ഒരു ചെറിയ റോഡാണ് ഇവിടെ. ഒരു രണ്ട് വലിയ വണ്ടി അങ്ങോട്ട് വന്നാൽ ഈ ഒരു ഏരിയ മാത്രം കേട്ടോ, ഇവിടെ കുറച്ച് ഡേഞ്ചറാണ്. രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ പിന്നെ നോക്കണ്ട.
അവിടെ അങ്ങനെ കുടുങ്ങിയതാണ് ഇവിടെ ഇത്ര മാത്രം തിരക്കുക. കേട്ടോ, എന്തോ ബൈക്ക് അവിടെ എന്തോ ഭാഗ്യത്തിന് നൈസായിട്ട് പുറത്തെത്തി. പിന്നെ ഞാൻ കൂടുതൽ ഈ ചുരത്തിൽ കൂടെ പോകുമ്പോൾ ഈ ഷോർട്ട് കട്ട് എടുക്കുക ചെയ്യുക. ഇവിടുന്ന് ഇപ്പം ഞാൻ കയറി പോണ വഴി പോയാൽ നേരെ നമുക്ക് അടിവാരത്തേക്ക് എത്താൻ പറ്റും. അതിലൂടെ പോയാൽ ഇനിയും ഈ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഫുള്ള് റോഡ് പണിയാണ്. അപ്പോൾ ഭയങ്കര പൊടിയും കാര്യങ്ങളായിട്ടിരിക്കുക. അപ്പം ഞാൻ കൂടുതലും ഈ സൈഡിൽ കൂടെ തന്നെയാണ് പോവാറ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊറോണയൊക്കെ ആയപ്പോൾ പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പം അതാ അടിവാരത്തെത്തി. അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് കടകളായിട്ട് നേരെ നമ്മുടെ അടിവാരത്തേക്ക് എത്തി. ഇനി പിന്നെയും നമ്മൾ ആ മെയിൻ റോഡിൽ ടച്ച് ചെയ്തു. ഇത് കുറേ ക്രോസ് എന്നല്ല, കുറച്ച് സമാധാനത്തോടെ വണ്ടി കൊണ്ടുവരും. പൊടിയില്ല, കാര്യങ്ങളില്ല, തിരക്കില്ലാതെ തിരക്കുണ്ട്, എന്നാലും കുറേ വണ്ടികളില്ല. ചെറിയ റോഡായതുകൊണ്ട് കുറേ വലിയ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സുഖമായിട്ട് വരാം. പിന്നെ പൊടിയില്ല, അതാണ് മെയിൻ. ഇനിയിപ്പോൾ മെയിൻ റോഡ് എത്തി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാൻ നേരെ എൻ്റെ ഓഫീസിൽ പോകുന്നു, വർക്ക് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ചുമ്മാ ഇവിടെ വരെയുള്ള എൻ്റെ ഡ്രൈവിങ് ഇതിൽ കഴിഞ്ഞു. ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നീലാകാശം പച്ചക്കടൽ ചുവന്നഭൂമിയുടെ അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് നിൽക്കുക.